yes, welcome back to Asylum Learning. It's me, Rima Miss ആണ്. നമ്മുടെ 5ാം ക്ലാസ്സിന്റെ ചാപ്റ്റർ ആണ് ക്ലോത്തിങ് ത്രൂ ദ ഏജസ്, വസ്ത്രത്തിന്റെ നാൾ വഴികൾ. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് എന്ന് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? അതായത് വസ്ത്രനിർമ്മാണ രംഗത്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നാരുകൾ, ഫൈബേഴ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വരികയാണ്. അപ്പൊ എന്താണ് അതിന്റെ ചോദ്യം? നോക്കിക്കോ. What are the fibers used in textile industry? വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നാരുകൾ ഏതൊക്കെയാണ്? നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കിയാലോ. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? യെസ്, നാച്ചുറൽ ഫൈബേഴ്സ് ആനിമൽസിൽ നിന്നാണ്. സിൽക്ക് വേം, അല്ലെ, പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് പട്ട് തുണി കിട്ടുന്നു. ഓക്കെ, സിൽക്ക് വേംസിൽ നിന്ന് നമുക്ക് പട്ട് കിട്ടുന്നു. ഓക്കെ, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെയോ യെസ്, കോട്ടൺ പ്ലാന്റ്സ്, അല്ലെ, കോട്ടൺ പ്ലാന്റ്സ് എന്താണ്? പരുത്തിച്ചെടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? പരുത്തി, കോട്ടൺ കിട്ടുന്നു. ജൂട്ട് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ജൂട്ട് കിട്ടുന്നു. അതായത് ചണച്ചെടിയിൽ നിന്ന് നമുക്ക് എന്താണ്? ചണം കിട്ടുന്നുണ്ട്. യെസ്, എങ്ങനെയാ നോക്കിയാലോ. ഞാൻ നോക്കിക്കോ. അതായത് ഇതെന്താണ്? ഫ്രം ആനിമൽസും ഉണ്ട്, അല്ലെ, ഫ്രം ആനിമൽസ്. ഓക്കെ, ഫ്രം ആനിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിൽക്ക് വേം. ഓക്കെ, സിൽക്ക് വേംസ് അഥവാ പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നടാ? സിൽക്ക് കിട്ടുന്നു, പട്ട് കിട്ടുന്നു. ഓക്കെ, സിൽക്ക് വേംസിൽ നിന്ന് നമുക്ക് എന്താണ്? പട്ട് കിട്ടുന്നുണ്ട്. അതുപോലെയോ ഫ്രം പ്ലാന്റ്സ് ആണ്. ഫ്രം പ്ലാന്റ്സ് നോക്കിക്കോ. ഫ്രം പ്ലാന്റ്, ചെടികളിൽ നിന്നാണെങ്കിലോ, ഫ്രം പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? യെസ്, കോട്ടൺ പ്ലാന്റ്സ്, അല്ലെ, കോട്ടൺ ചെടി, കോട്ടൺ പ്ലാന്റ്. നമുക്ക് എന്ത് കിട്ടുന്നു? പരുത്തി അഥവാ കോട്ടൺ കിട്ടുന്നു. അതുപോലെയോ ജൂട്ട് പ്ലാന്റ്സ്, അല്ലെ, ജൂട്ട് പ്ലാന്റ്സ് എന്താണ്? യെസ്, ചണച്ചെടിയിൽ നമുക്ക് എന്താണ്? ജൂട്ട് കിട്ടുന്നു അഥവാ ചണം കിട്ടുന്നു. ഓക്കെ, ഇതാണ് എന്താ? നാച്ചുറൽ ഫൈബേഴ്സിൽ വരുന്നത്. ഓക്കെ, നാച്ചുറൽ ഫൈബേഴ്സിൽ വരുന്നത് ആണ് മിസ് എന്താണ് അപ്പുറത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങള് നോക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ മിസ്? സിൽക്ക് വേംസിൽ നിന്ന് നമുക്ക് സിൽക്ക് കിട്ടുന്നു, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട് കിട്ടുന്നു, പരുത്തിച്ചെടിയിൽ നിന്ന് പരുത്തി കിട്ടുന്നു, ചണച്ചെടിയിൽ നിന്നോ ചണം കിട്ടുന്നു, അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഫൈബേഴ്സിൽ വരുന്നതാണ്. ഇനി സിന്തറ്റിക് ഫൈബേഴ്സ്, കൃത്രിമ നാരുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ പോളിസ്റ്റർ തുണിയൊക്കെ, അല്ലെ, നൈലോണ്, റയോണ്, ഇതൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം പഠിച്ചേ. ഇനി നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മാഷിനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്? യന്ത്രങ്ങളുടെ ഉപയോഗം, നമ്മുടെ പവർലൂം പോലത്തെ യന്ത്രങ്ങളൊക്കെ, അല്ലെ, അതിന്റെ ഉപയോഗം വസ്ത്രനിർമ്മാണ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാ? വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? യെസ്, നല്ല ഡിഫറെന്റ് കളേഴ്സിൽ, നല്ല ക്വാളിറ്റി, നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടായി. ആ വസ്ത്ര വ്യാപനം ഉണ്ടായി. പിന്നെയോ മനുഷ്യരുടെ അധ്വാനം കുറച്ചു, അല്ലെ, റെഡ്യൂസ് എന്താണ്? ഹ്യൂമൻ ലാബ്, അല്ലെ, അവരുടെ അധ്വാന ഭാരം കുറച്ചു. പിന്നെ എന്തുണ്ടായി എന്ന് പറയുന്നത്? യെസ്, ഉൽപാദന രംഗത്ത് തന്നെ എന്താണ്? ഒരുപാട് വർധനവുണ്ടായി, അല്ലെ. എന്തൊക്കെ മാറ്റങ്ങളാ നോക്കിയാലോ. യെസ്, നോക്കാം. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്, വസ്ത്ര ഉൽപാദനത്തിലെ വർധനവുണ്ടായി. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, എന്താണ്? യെസ്, മനുഷ്യന്റെ അധ്വാന ഭാരത്തിൽ കുറവ് വന്നു. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള വസ്ത്ര വൈവിധ്യങ്ങൾ ഉണ്ടായി. ദെൻ ക്വാളിറ്റി ക്ലോത്തിങ്, നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെ വ്യാപനമൊക്കെ ഉണ്ടായി. ഇതാണ് എന്ത്? 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ട. 2 പ്രധാനപ്പെട്ട, അല്ലെ. അതായത് എന്താണ്? നമ്മുടെ മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ചപ്പോ വസ്ത്രനിർമ്മാണ രംഗത്ത് ഉൽപാദനത്തിൽ കൂടി. പിന്നെയോ മനുഷ്യരുടെ അധ്വാന ഭാരം, അല്ലെ, ഹ്യൂമൻ എഫേർട്ട് കുറഞ്ഞു. പിന്നെയോ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ, അല്ലെ, വസ്ത്രങ്ങളൊക്കെ എന്തായി? വസ്ത്രങ്ങളൊക്കെ വന്നു. ദെൻ ക്വാളിറ്റി ഉള്ള ക്ലോത്തിങ് ഒക്കെ കിട്ടി. ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യം നിങ്ങൾ എന്തായാലും ഇതിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അയച്ചാൽ മിസ് ഇനിയും വരും. ബൈ ഗൈസ്.